എന്തൊരു പ്രഖ്യാപനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രഖ്യാപനമുണ്ട്. ഒന്ന്, ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല, അത് പ്രഖ്യാപിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മറ്റൊന്ന്, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ വീടുകളിൽ കയറി പ്രചാരണം നടത്തിയത് പ്രധാനമായും അതിന് മുൻപന്തിയിൽ നിന്നത് VD സതീശനാണ്. കാണാൻ ദൃശ്യങ്ങൾ. നമ്മളെ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. VD സതീശൻ മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച KC വേണുഗോപാലും അക്കാര്യം പറഞ്ഞു. അദ്ദേഹം ബസ്സുകളിലാണ് പ്രചാരണം നടത്തിയത്. വിദ്യാർത്ഥികളോട്, സ്ത്രീകളോടാണ് പറഞ്ഞത്, അറിഞ്ഞില്ലേ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ എന്ന്. അദ്ദേഹം പറഞ്ഞത് ആവേശത്തോട് സ്വീകരിക്കുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമായിരുന്നു. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. ഇതിന് അറിഞ്ഞു എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? കേട്ടായിരുന്നോ അത്? അതാണ് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 364 പേർക്ക്. ഇപ്പോഴെന്തായി ആ വലിയ പ്രഖ്യാപനം? സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ, VD സതീശൻ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായില്ല. അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായി, ജൂൺ 15-നകം നടപ്പാക്കും എന്ന്. ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയും തീരുമാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്. പരിശോധിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഈ സൗജന്യ യാത്രയിൽ ഉൾപ്പെടുത്തണം എന്ന് പരിശോധിക്കാൻ. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, എല്ലാവർക്കും സാർവത്രികമായ സൗജന്യ യാത്രയില്ല, എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്രയില്ല എന്ന്. ഇപ്പോഴിതാ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം, സൂപ്പർ ഫാസ്റ്റിലില്ല, മറ്റു ബസ്സുകളിൽ ഒന്നുമില്ല. ഓർഡിനറി സർവീസ് നടത്തുന്ന, എന്ന് വെച്ചാൽ സിറ്റി സർവീസ് നടത്തുന്ന ബസ്സുകളിൽ മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എന്ന് വലിയ പ്രഖ്യാപനം നടത്തി. എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെവിടെയും പോകാം, ടൂറിസം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾക്ക് സൗജന്യമായി പോകാം, തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്ത്രീകൾക്ക് സൗജന്യമായി പോകാം, എവിടെയും പോകാം, ഏത് ബസ്സിലും കയറാം, ഇതായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ എവിടെയും പോകാൻ കഴിയില്ല, ഏത് ബസ്സിലും കയറാൻ കഴിയില്ല, കയറാൻ പറ്റുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എന്നാണ് പുറത്തു വന്ന വിവരം. എന്ന് വച്ചാൽ സ്ത്രീ സമൂഹത്തിന് നൽകിയ വലിയ വാഗ്ദാനം അതിതാ പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു. ജനങ്ങളെ കബളിപ്പിക്കാൻ എന്തും വിളിച്ചു പറയുന്ന സാധാരണ കോൺഗ്രസ് തന്നെയാണ് VD സതീശൻ നയിക്കുന്ന കോൺഗ്രസും VD സതീശൻ നയിക്കുന്ന സർക്കാരും എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തിൽ നിന്ന്, എല്ലാവർക്കും എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് കോൺഗ്രസ്, UDF, VD സതീശൻ പുറകോട്ട് പോയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര അനുവദിക്കുക എന്ന വിവരമാണ് പുറത്തു വന്നത്. അതും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോഴും പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒന്നാം ഘട്ടമായി, അതാണ് VD സതീശന്റെ തന്ത്രം, ഒന്നാം ഘട്ടമായി ഓർഡിനറി ബസ്സുകളിൽ നാളെ എല്ലാ ബസ്സുകളിലും ഘട്ടം ഘട്ടമായി നടപ്പാക്കും എന്ന് പറയും VD സതീശൻ. നാളെ ഈ പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ ഒരു സംശയം വേണ്ട, ഇങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വാചകമുണ്ടാകുക. കാരണം കഴിഞ്ഞ 22 വർഷമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ ഉറപ്പിച്ചു പറയാം, ഇതായിരിക്കും VD സതീശൻ്റെ പ്രഖ്യാപനം. ഇത് ഒന്നാം ഘട്ടം മാത്രമാണ്.
ദിവസങ്ങളിൽ വരും കാലത്ത് ഘട്ടം ഘട്ടമായി എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇതുവരെയും ആരും ഇത് അനുവദിച്ചിട്ടില്ലല്ലോ. ഞങ്ങളല്ലേ തുടങ്ങിയത്. അത് എവിടെ എത്തിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് നടപ്പാക്കുക തന്നെ ചെയ്യും. വാക്കാണ് വാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കും. കാണാം നമുക്ക് ആ വാർത്താ സമ്മേളനം. അതിനുവേണ്ടി കാത്തിരിക്കാം.